നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ന്യൂ ഇയർ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ചിലർ പറയും, ഈ ന്യൂ ഇയർ റെസൊല്യൂഷനിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളിത് 1-2 ദിവസം ഫോളോ ചെയ്തിട്ട് അങ്ങ് ഉപേക്ഷിക്കുന്നതല്ലേ എല്ലാ വർഷവും ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ വീണ്ടും ചെയ്യേണ്ട കാര്യമുണ്ട്, നമ്മളുടെ പഴയ രീതി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് മൊത്തത്തിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മളൊന്ന് അവലോകനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ അറിയുന്നത് പോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് വർക്ക് ചെയ്യാനും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ലൈഫിനെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് വസ്തുതയാണ്. അത് ഐഡിയലി നിങ്ങൾ ത്രൂ ഔട്ട് ദ ഇയർ മുന്നോട്ട് ലൈഫിൽ കണ്ടക്ട് ചെയ്ത് പോകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. വളരെ ശരിയായ കാര്യം തന്നെയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ന്യൂ ഇയർ റെസൊല്യൂഷൻ എങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പ്രീവാലൻ്റ് ആയിട്ട് ധാരാളം ആൾക്കാർ കള്ളം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഒരു കൂസലും ഇല്ലാതെ കള്ളം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നമുക്ക് കുറെ കൂടെ ഫുൾഫിൽഡ് ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും കുറെ കൂടെ മെൻ്റൽ ഹെൽത്ത് ബെറ്റർ ആക്കുന്നതിന് ആദ്യം ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓണസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓണസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആങ്സൈറ്റി ലെവൽ കുറയും എന്നുള്ളത് ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവുമെങ്കിലും ലോങ് ടൈം ആയിട്ട് വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗെയിനിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറയാതെ ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ ലൈനിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മെൻ്റലി ഹെൽത്ത് ആയിട്ടുള്ള ഒരു ഇയർ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.